ഇറാനും അമേരിക്കയും നേരിട്ട് ട്രൈലാറ്ററൽ, പാകിസ്ഥാനാണ് അതിൻ്റെ മീഡിയേഷൻ നടത്തിയത്. ഇസ്ലാമാബാദിൽ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടന്ന മീറ്റിംഗ്, അതായത് നെഗോസിയേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ. ഇറാൻ പറയുന്നത് വേറെ ഭാഷയാണ്, അവരുടെ ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അത് ഫ്ലോപ്പായി. മനസ്സിലാക്കുക, ഏറ്റവും ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് ആണ് ഇറാനുമായിട്ട് നടന്നത്. ലോകം മുഴുവനും വാച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്ന് വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് കടന്നുപോയത്. അതിന് കംപ്ലീറ്റ് ഫ്ലോപ്പായി. അത് കഴിഞ്ഞ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതായത് നല്ല ഡിസ്കഷനായിരുന്നു, പക്ഷേ ഡിസ്കഷൻ അതിനകത്ത് ഒരു എത്തും പിടിയും കിട്ടിയില്ല, അതിനൊരു റിസൾട്ട് ഉണ്ടായില്ല, ഫ്ലോപ്പായി എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇറാൻ പറഞ്ഞത് ആദ്യത്തെ മീറ്റിംഗ് ആണ്, ചിലപ്പോൾ അതിൻ്റെ അകത്ത് റിസൾട്ട് വരണം എന്നില്ല, അതുകൊണ്ട് അതൊരു ഫ്ലോപ്പ് മീറ്റിംഗ് അല്ല, അമേരിക്കൻ ഡിമാൻഡുകൾ ഞങ്ങൾക്ക് മനസ്സിലായി, നേരിട്ട് മനസ്സിലായി, ഫർദർ മീറ്റിങ്ങുകളും അതേപോലെ നെഗോസിയേഷനും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുണ്ടാകണം എന്ന രീതിയിൽ തന്നെയാണ് ഇറാനിയൻ ഡിപ്ലോമാറ്റ്സ് ഇതിനെപ്പറ്റി വിവരിച്ചത്, അതായത് പാകിസ്ഥാനിൽ വെച്ച് മീഡിയയുടെ മുമ്പിൽ. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, 2 ആഴ്ചയാണ് ട്രൂസ്, അതായത് വെടിനിർത്തൽ. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട ഒരു കീ വിഷയമുണ്ട്. ഹോർമുസിനകത്ത് 15ഓളം ഷിപ്പുകളാണ് കടന്നു പോകാൻ ഇറാൻ അനുവദിക്കുന്നത്. അവർ പറഞ്ഞ് മൈൻസ് പാകിയിട്ടുണ്ട്, കാരണം അതെവിടാണ്, അത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ലിമിറ്റഡ് ആയിരിക്കണം ഷിപ്പ്. ഈ രീതിയിലാണ് ഇറാൻ അതിനെപ്പറ്റി പറയുന്നത്. അമേരിക്ക അത് ഡിമൈൻ ചെയ്യാൻ സഹായിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിനേക്കാളും പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയമുണ്ട്, അതായത് ഈ ട്രൂസ്, അതായത് സീസ് ഫയർ എന്ന് പറയുന്ന എഗ്രിമെൻ്റ്, അത് ഫർദർ നടന്നില്ല എങ്കിൽ, അതായത് ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഒരു ടോക്സിൽ കൂടെ ഒരു റിസൾട്ട് ഉണ്ടായില്ല എങ്കിൽ, ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്ലോബലായിട്ട് ഓരോ ജനത്തെയും ഓരോ മനുഷ്യനെയും ബാധിക്കാൻ പോവുകയാണ്. അതാ കാരണം ഇത്ര ദിവസം കഴിഞ്ഞു, ഏകദേശം 40 ദിവസം കഴിഞ്ഞു. അടുത്ത 10 ദിവസം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഇതിൻ്റെ റിയൽ എഫക്റ്റ് ഗ്ലോബലായിട്ട്, ഇന്ത്യ ഉൾപ്പെടെ, കാരണം ഇത് ഉണ്ടാകാൻ പോകും.